തുറവൂർ പുത്തൻചന്തയിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. പുത്തൻചന്തയിൽ പുതിയ ദേശീയപാത 66 അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഏകദിന സത്യാഗ്രഹം നടത്തിയത്. പുത്തൻചന്തയിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹ സമരം നടന്നു. പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാത 66 പുത്തൻചന്തയിൽ അടിപ്പാത നിർമ്മിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഏകദിന സത്യാഗ്രഹം നടന്നത്. രാവിലെ 10 മണിയോടെ ആരംഭിച്ച സത്യാഗ്രഹത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പ്രതിനിധികൾ, വീട്ടമ്മമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. 19 വാർഡുകളുള്ള വലിയൊരു ജനനിബിഡമായ ഭൂപ്രദേശമാണ് തുറവൂർ ഗ്രാമപഞ്ചായത്ത്. പുതിയ ദേശീയപാത നിർമ്മാണത്തോടെ പഞ്ചായത്ത് രണ്ടായി വിഭജിക്കുന്ന സാഹചര്യമാണ്. പടിഞ്ഞാറ് പുത്തൻകാവ് റോഡ് ദേശീയപാതയിൽ ചേരുന്ന ഭാഗത്താണ് അടിപ്പാത നിർമ്മിക്കണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടസ്സപ്പെടുത്തിയിരുന്നു. ഇതേ ആവശ്യത്തിനായി ഇക്കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടയ്ക്ക് ജനകീയ സമിതി നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ച് അടിപ്പാത നിർമ്മിക്കണം എന്ന ഉത്തരവും ലഭ്യമാക്കി. ഇക്കഴിഞ്ഞ ദിവസം ദേശീയപാത ഉദ്യോഗസ്ഥരുമായി ജനകീയ സമിതി അംഗങ്ങൾ ചർച്ച നടത്തിയിരുന്നു. ഭാവിയിൽ പ്രശ്നം പരിഹരിക്കാം എന്ന മറുപടിയാണ് ജനകീയ സമിതിയെ അവർ അറിയിച്ചത്. ഈ സാഹചര്യത്തിലാണ് സമരം കടുപ്പിക്കാൻ ജനകീയ സമിതി തീരുമാനിച്ചത്. അടിപ്പാത നിർമ്മിച്ചില്ലെങ്കിൽ പുത്തൻചന്തയിലെ ഇരുവശങ്ങളിലും താമസിക്കുന്ന ആയിരങ്ങൾ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഓഫീസ്, കൃഷി ഓഫീസ്, റേഷൻ കട, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, പഞ്ചായത്ത് സ്കൂൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെത്താൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട സാഹചര്യമാണ്. വളരെ ഗൗരവമുള്ള ഈ വിഷയം തുറന്നുകാട്ടിയുള്ള ഏകദിന സത്യാഗ്രഹം പട്ടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അനിവാര്യമായ സഹായങ്ങളൊക്കെ ബഹുമാനായ നമ്മുടെ ആലപ്പുഴയുടെ MP ശ്രീ KC വേണുഗോപാൽ ആവശ്യമായ ഇടപെടലുകൾ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഏറെ പ്രയത്നം നമുക്കറിയാവുന്നതാണ്. ഞങ്ങളൊക്കെ നിരന്തരമായി ബഹുമാന ആശിഷ് പായക്കാട് നിരന്തരമായി അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച എഴുത്തുകളും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. ഞങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും ഷാജിയും ഇതിൻ്റെ സമരത്തിൻ്റെ ആളുകൾ, സമരസമിതിയുടെ ആളുകളും ഒക്കെ വന്ന് ചേർത്തല താലൂക്ക് ഹോസ്പിറ്റലിൽ അദ്ദേഹം വന്നപ്പോൾ അവിടെ വന്ന് നിവേദനം കൊടുക്കുകയും കണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. ശ്രീ KC വേണുഗോപാൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. വാർഡംഗം ഷാജി വാലിച്ചിറ അധ്യക്ഷത വഹിച്ചു. ജനകീയ സമിതി കൺവീനർ റെജിമോൻ, കോൺഗ്രസ് നേതാവ് അസീസ് പായ്ക്കാട്, തുറവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീമോൾ, വാർഡ് അംഗങ്ങളായ സതീശൻ, ഷാജിമോൻ, പ്രാദേശിക നേതാക്കളായ രഘുനാഥ് കർത്ത, രാജു മാധവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.